നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ CPM-ന് വലിയ ആശങ്കകൾ ഇല്ലെങ്കിലും സഖ്യകക്ഷിയായ CPI-ക്ക് പക്ഷേ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിരുന്നില്ല. തൃശൂർ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. ADGP MR അജിത് കുമാർ RSS നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളൊക്കെ വാർത്തകളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയടക്കി വെച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് യാതൊരു കുലുക്കവും സംഭവിച്ചില്ല. തെളിവുകളൊക്കെ MR അജിത് കുമാറിന് എതിരാണെങ്കിൽ പോലും അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI വിട്ടുകൊടുക്കാനും ഇപ്പോൾ തയ്യാറല്ല. CPI-യുടെ യുവജന സംഘടനയായ AIYF നേതാവായ S. ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മതവികാരം ഇളക്കിവിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് എന്നാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ബിനോയ് നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് റദ്ദാക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചു. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ബിനോയ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ സുഹൃത്ത് മുഖേന വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പെൻഷൻ അടക്കം വാഗ്ദാനം നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ പെൻഷൻ തുക അത് ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറിയതായിട്ടും ബിനോയ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ബിനോയ് ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ബിനോയുടെ ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മുഖ്യമന്ത്രിക്കോ CPM-നോ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതിയില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഒരു വർഷം മുൻപ് കോൺഗ്രസ് ആരോപണം ഉയർത്തിയിരുന്നു. കേരളത്തിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ പിണറായി വിജയനുമായിട്ട് മോദി ഡീൽ ഉണ്ടാക്കി എന്നുള്ളതും ഈ ഡീലിന് മുന്നിൽ നിന്നത് അദാനിയാണെന്നും കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഈ 2 മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്, മറ്റൊന്ന് തിരുവനന്തപുരവും. ഈ 2 മണ്ഡലങ്ങളും CPI മണ്ഡലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPM-ന് നഷ്ടപ്പെടാനായിട്ട് യാതൊന്നുമില്ല. എന്നാൽ തിരുവനന്തപുരം ശശി തരൂർ നിലനിർത്തിയപ്പോൾ ചില നാണംകെട്ട കളികൾ കൊണ്ട് തൃശ്ശൂർ BJP പിടിച്ചെടുക്കുകയായിരുന്നു. പൂരം അലങ്കോലമായപ്പോൾ മന്ത്രിമാരെ പോലും തടഞ്ഞ സ്ഥലത്താണ് സിനിമാ സ്റ്റൈലിൽ ആംബുലൻസിൽ സുരേഷ് ഗോപി രക്ഷകനായിട്ട് അവതരിച്ചത്. ഇതിനെതിരെ പരാതി ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് കണ്ണടച്ചുവെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ അടക്കം ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ നടപടികൾക്ക് തുനിഞ്ഞില്ല. BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിൽ രക്ഷകനായി പിണറായി അവതരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായതോടെയാണ് CPI-യുടെ യുവജന സംഘടന ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ് സുരേഷ് ഗോപിയുടെ നടപടിയെന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് K. മുരളീധരനും LDF സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് VS സുനിൽകുമാറുമായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇടത് വലത് മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി മുന്നേറിയപ്പോൾ സുരേഷ് ഗോപിയും ഒപ്പത്തിനൊപ്പം വന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം കുതിച്ചു കയറിയ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കന്നി ജയവും അതോടൊപ്പം തന്നെ കേരളത്തിൽ BJP-ക്ക് ഒരു സീറ്റും ഉറപ്പാക്കിയാണ് മടങ്ങിയത്. കേരളത്തിലെ ഏക BJP MP-യായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ കേന്ദ്ര മന്ത്രിസ്ഥാനവും ലഭിക്കുകയുണ്ടായി. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.